Hi friends, welcome to Cybertech channel. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ MI ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്, ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ഗെയിം കാസ്റ്റ് ചെയ്ത് ഗെയിം കളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് കളിക്കാൻ പോകുന്ന ആഷ്ഫാൾട്ട്, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, അതുപോലെ തന്നെ PUBG. ഞാൻ ഗെയിമറൊന്നുമല്ല, ജസ്റ്റ് ഇതിന് വേണ്ടി ഞാൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് നോക്കാം, അതിന് ലേറ്റൻസി ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കാസ്റ്റിംഗ് മാത്രമാണ്. നമ്മൾ ഒരിക്കലും MI ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്തല്ല കളിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിനുള്ള മെമ്മറി ഞാനില്ല. ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ കളിക്കും, എൻ്റെ മെമ്മറി എക്സ്പാൻഷനൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ ഗെയിമിംഗ് കാസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പെർഫോമൻസ് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അൺബോക്സ് ചെയ്തപ്പം പറഞ്ഞു ഇതിന് ക്രോംകാസ്റ്റ് അൾട്രയാണുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ നിന്ന് അപ് ടു 4K വരെ കാസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഹൈ പെർഫോമൻസ് ഉള്ള ഗെയിംസ് നമ്മുടെ TVയിലോട്ട് കാസ്റ്റ് ചെയ്ത് കളിക്കാനും പറ്റും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ആസ്ഫാൾട്ടും കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ PUBG ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ചെക്ക്. അപ്പോൾ എൻ്റെ സ്ക്രീൻ ഞാൻ എൻ്റെ TVയിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം ഒരു ഗെയിം പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആസ്ഫാൾട്ടിൻ്റെ ഗെയിം പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്രമാത്രം ഫാസ്റ്റായിട്ടാണ് സ്ക്രീനിൻ്റെ നമ്മുടെ റെസ്പോൺസ് ക്രോംകാസ്റ്റിൽ കിട്ടുന്നത്. ഒരു ലാഗ് പോലും ഇല്ലാതാണ് നമുക്ക് അവിടെ കണ്ടില്ലേ, നമ്മുടെ ഫോണിൽ കാണുന്ന സെയിം വീഡിയോ ആണ് നമ്മുടെ TVയിലും കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ലേറ്റൻസി കുറവാണ് ഈ ഒരു ക്രോംകാസ്റ്റിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ക്രോംകാസ്റ്റ് അൾട്രയുടെ ഫീച്ചറാണത്. അപ്പോൾ നമുക്ക് കാണാം വീഡിയോ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് ഗെയിമിങ്. അപ്പോൾ ഞാൻ ഗെയിം കണ്ടിന്യൂ പ്ലേ ചെയ്യാൻ പോകണം. എനിക്ക് ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം എങ്ങനെ പെർഫോമൻസ് ഉണ്ടെന്നുള്ളത്. ഞാനതിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ലാഗ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിലേ സ്റ്റക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് 2 വട്ടം ഒന്ന് സ്റ്റക്കായി, പക്ഷേ അത് കണ്ടില്ലേ, ഒരു ചെറിയൊരു നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊന്നും, പക്ഷേ പെട്ടെന്ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ വൈഫൈ വഴി കണക്ട് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. ആണല്ലേ, ചെറുതായിട്ടൊന്നും ഒരു ചെറിയ സ്റ്റക്ക് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ സ്റ്റക്കായിട്ട് പെട്ടെന്ന് റിലീസ് ആവുന്നുണ്ട്. വലിയൊരു പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇതാണ് നമ്മുടെ ആഷ്ഫാൾട്ടിൻ്റെ പെർഫോമൻസ്. നമുക്ക് ഒന്നുകൂടെ ഒരു ഗെയിം കൂടെ കളിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടും, എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമുക്ക് വീഡിയോ ഒക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒരു ലേറ്റൻസി ഒന്നുമില്ല നമുക്ക് കാണാൻ പറ്റുന്ന സ്ക്രീനിൽ. ഒരു വലിയ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ പഴയ കോംകാസ്റ്റ് ലേറ്റൻസി ഉണ്ട്, നമ്മുടെ മൊബൈലിൽ കണ്ടു കഴിഞ്ഞ് കുറച്ച് ശേഷം നമുക്ക് TV കാണാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നമുക്ക് ലേറ്റൻസി ഇല്ലാത്തതുകൊണ്ട് TV അങ്ങനെ. അപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കി കളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നമുക്ക് നമ്മുടെ TVയിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. കാരണം മൊബൈലൊരു കൺട്രോളർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഒരു യൂസ്. നമുക്ക് കാർ റേസിംഗൊക്കെയാണ് കൂടുതലും കളിക്കാൻ പറ്റുന്നത്. PUBG ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മൊബൈലിൽ നോക്കി തന്നെ കളിക്കാൻ പറ്റും. PUBG ഒന്നും വലുതായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും, പക്ഷെ അത്ര ഒരു അല്ലെങ്കിൽ നമ്മൾ ഗെയിമിംഗ് കൺട്രോളർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണം. ബ്ലൂടൂത്ത് കൺട്രോളർ കിട്ടും നമുക്ക് വാങ്ങാൻ. ഒന്ന് കാണാം, വലിയൊരു സ്റ്റക്കാവുന്ന പ്രശ്നമില്ല. ചെറുതായിട്ട് ഒരു ചലനങ്ങളിൽ മാത്രം സ്റ്റക്കാവുന്നുണ്ട്. അതാണ് ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ഗെയിം ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതനുസരിച്ച് PUBGയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഗെയിമിൽ യാതൊരു ലാഗും ഇല്ല, അതുപോലൊരു ലേറ്റൻസി പ്രശ്നങ്ങളും ഇല്ല. ഇതിൽ നമുക്ക് ഒരു ഗെയിം കൺട്രോളർ ഉണ്ടെങ്കിൽ, ബ്ലൂടൂത്ത് ഗെയിം കൺട്രോളർ അല്ലെങ്കിൽ വയർലെസ് ഗെയിം കൺട്രോളർ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ PUBG ഒക്കെ നമുക്ക് MI ബോക്സ് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ മൊബൈൽ വഴി കാസ്റ്റ് ചെയ്ത് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം MI ബോക്സിലാകെ 8GB ഇൻറ്റേർണൽ മെമ്മറി മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് 5GB മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ വഴി കാസ്റ്റ് കളിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ കുറയും. നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് MI ബോക്സിൽ പ്ലേ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാര്യം അതിന് ഇൻറ്റേർണൽ മെമ്മറി കുറവാണ്, അതുകൊണ്ട് സ്ലോ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഗെയിം ഇങ്ങനെ കാസ്റ്റ് കളിക്കാൻ നല്ലതായിരിക്കും. ഉണ്ടല്ലോ, ഒരു ലാഗും ഇല്ല, ഒരു പ്രശ്നമില്ല. നമ്മളൊരു PC-യിലൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നല്ല ഹൈ പെർഫോമൻസ് ഉള്ള മൊബൈലിൽ കളിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു നമ്മുടെ MI ബോക്സ് വഴി നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് അടുത്തതിന് PUBG ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഒരു തരത്തിലുള്ള ലാഗും നമുക്ക് പബ്ജി കളിക്കുമ്പോൾ കാണുന്നില്ല. ഒരു തരത്തിലുള്ള ലാഗും നല്ല പെർഫോമൻസ് ആണ്. നമുക്കൊരു ഗെയിം കൺട്രോൾ ഉണ്ടെങ്കിൽ പബ്ജി കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ MI ബോക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഗെയിമിംഗ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പബ്ജി കളിക്കാൻ MI ബോക്സ് തന്നെ ധാരാളം. കാര്യം ഇത് ഇപ്പോൾ തന്നെ കാണാം, ഒരു കാര്യത്തിലുള്ള സ്റ്റക്ക് ആവുന്നതുമില്ല, അതുപോലെ ലാഗ്നെസ് ഒന്നും നമുക്ക് പബ്ജി കളിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് പബ്ജിയിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു തരത്തിലും എനിക്ക് സ്റ്റക്ക് ആവുന്നില്ല. അതുപോലെ തന്നെ ലാഗ്, നമുക്ക് ഡിലേ, ലാറ്റൻസി, എൻ്റെ മൊബൈലിൽ കാണുന്ന അതേ പെർഫോമൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആണ് നമുക്ക് TV-യിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആഷ്ഫാൾട്ടിൽ മാത്രമാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റക്കായത്. ചിലപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാകാൻ അതുകൊണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗെയിമിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ലായിരുന്നു. അപ്പം MI ഈ ബോക്സ് എന്ന് പറയുന്നത് 2GB ഇൻറ്റേർണൽ മെമ്മറി റാം ഉണ്ട്. അപ്പം 2GB റാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിം പെർഫോമൻസ് ഉണ്ട് ഈ ഒരു ഡിവൈസിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.